കണ്ണൂരിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. എന്നെ പ്രസംഗിക്കാനേ സമ്മതിച്ചില്ല. And eventually the Prime Minister ran away, physically ran away from the Lok Sabha. പ്രധാനമന്ത്രി നേരിട്ട് ഹാജരാകാതെ അദ്ദേഹം ഒളിച്ചോടി. ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതെ അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. The short point is that Donald Trump controls Narendra Modi and Narendra Modi does whatever Donald Trump says. നരേന്ദ്ര മോദിക്ക് ഡൊണാൾഡ് ട്രംപ് പറയുന്ന എല്ലാ കാര്യവും ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് എന്ന കാര്യത്തിൽ സംശയം. And the same way Donald Trump controls Narendra Modi controls the Chief Minister of Kerala. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ട്രംപ് എങ്ങനെ മോഡിയെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മോഡി കേരളത്തിലെ പിണറായി വിജയനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Chief Minister of Kerala knows that Narendra Modi is not acting on his cases. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളുമാണ് കോൺഗ്രസ് നൽകുന്നത്. The first guarantee, and I can see many women here today, the first guarantee is free travel in Kerala's buses for all our women. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാമത്തെ ഗ്യാരണ്ടി നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് കേരള KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ് ഒന്നാമത്തെ ഗ്യാരണ്ടി. We want you to travel freely, whatever you want to do, whether you want to go to college, university, whether you need to go shopping, whether you want to go to work, we want you to go comfortably and feel protected. That is why all women will travel for free in Kerala's buses the day the UDF government comes to power. നമ്മുടെ സഹോദരിമാരെ എവിടെ പോകണമെങ്കിലും, കോളേജിൽ പോകണമെങ്കിൽ, മാർക്കറ്റിൽ